എനിക്ക് സ്കോച്ച് അടിക്കണം, റം അടിക്കണം, വാള് വെക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട് മോനെ. വെർസറ്റൈൽ ഡയറക്ടർ വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിലെത്തുന്ന മൾട്ടി സ്റ്റാർ എന്റർടൈനർ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ ടീസർ എത്തിക്കഴിഞ്ഞു. വിനീത് ശ്രീനിവാസൻ എന്ന ഹിറ്റ് മേക്കറുടെ സ്ഥിരം ഫോർമുലയും സ്ഥിരം കാസ്റ്റിംഗും ഇമോഷൻസും എല്ലാം നിറഞ്ഞ എന്നാൽ തികച്ചും വ്യത്യസ്തമായ പ്രമേയം സംസാരിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ശരിക്കും വിനീത് ശ്രീനിവാസൻ എന്ന സംവിധായകന്റെ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ നിറയ്ക്കുന്ന ഒരു തകർപ്പൻ സിനിമയായിരിക്കുമെന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ടീസറാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. സിനിമയുടെ ടീസറിലൂടെ കടന്നു പോകുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം എന്ന ടൈറ്റിൽ ഉൾപ്പെടെ നമുക്ക് തരുന്ന കുറേയേറെ സൂചനകൾ. ഒരുപക്ഷെ മലയാള സിനിമയുടെയും തമിഴ് സിനിമയുടെയും ഒക്കെ തുടക്കം ചെന്നൈയിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സിനിമാ ലോകത്തിന്റെ പഴയ എന്തെങ്കിലും ഒരു കഥയായിരിക്കുമോ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജീവിച്ചിരുന്ന ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാറിന്റെ പറയാതെ പോയ അല്ലെങ്കിൽ പ്രേക്ഷകർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കഥയായിരിക്കുമോ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലൂടെ പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയ സിനിമാ കൂട്ടായ്മയുടെ ഒരു റീയൂണിയന്റെ കഥയായിരിക്കുമോ വർഷങ്ങൾക്ക് ശേഷം പറയാൻ പോകുന്നത്. എന്തായാലും ഒരുപാട് വലിയ ഒരു കാസ്റ്റിംഗ് ആണ് സിനിമയ്ക്ക് വിനീത് ശ്രീനിവാസൻ ഒരുക്കിയിരിക്കുന്നത്. അതും വിനീത് ശ്രീനിവാസന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വലിയൊരു കാസ്റ്റിംഗ്. അതുകൊണ്ട് തന്നെ അവരുടെ റീയൂണിയനൊപ്പം മലയാള സിനിമയുടെ അല്ലെങ്കിൽ തമിഴ് സിനിമയുടെ നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് താരങ്ങളുടെ അനുഭവ കഥകളുടെ ഒരു റീയൂണിയൻ കൂടി ആയിരിക്കും വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ നമ്മൾക്ക് നൽകാൻ പോകുന്നത് എന്ന സൂചനകളും ടീസറിലൂടെ നൽകുന്നുണ്ട്. ഉറപ്പായും നർമ്മവും പ്രണയവും ഇമോഷൻസും എല്ലാം നിറഞ്ഞ ഒരു കംപ്ലീറ്റ് എന്റർടൈനർ തന്നെയായിരിക്കും വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ടീസറാണ് ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ടീസറിന്റെ ചില ഭാഗത്ത് പ്രണവ് മോഹൻലാൽ 2 കുപ്പി മദ്യം അകത്താകുന്ന ഒരു രംഗമുണ്ട്. ഒരുപക്ഷെ അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമയിൽ നമ്മളെല്ലാം കണ്ട് മതിമറന്ന് ചിരിച്ച ലാലേട്ടന്റെ ആ ഒരു വെള്ളമടി സീനിന്റെ ഒരു റെഫറൻസ് ആയിരിക്കുമോ ഇതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇതുപോലെ നിരവധി സൂപ്പർ റെഫറൻസുകൾ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കുറച്ചുകൂടി മോസ്റ്റ് എനർജറ്റിക് ആയിട്ടുള്ള പ്രണവ് മോഹൻലാലിന്റെ പെർഫോമൻസും ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിവിൻ പോളി ആരാധകർക്ക് കൈയടിക്കാനും ആർപ്പ് വിളിക്കാനും സാധിക്കുന്ന ഒരുപാട് മൊമെന്റുകൾ സിനിമയിൽ വിനീത് ശ്രീനിവാസൻ എന്ന സംവിധായകൻ ഒരുക്കിയിട്ടുണ്ടെന്നതും ഉറപ്പാണ്. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, കല്യാണി പ്രിയദർശൻ, വൈജി മഹേന്ദ്ര, അജു വർഗീസ്, ഷാൻ റഹ്മാൻ, നീത പിള്ള, അർജുൻ ലാൽ, അശ്വത് ലാൽ, ദീപക് പരമ്പോൾ, ഭഗത് മാനുവൽ, നീരജ് മാധവ്, അതുപോലെ തന്നെ നിവിൻ പോളിയുടെ ഒരു തകർപ്പൻ ക്യാമിയോ അപ്പിയറൻസ് ഉൾപ്പെടെ ഒരു വമ്പൻ കാസ്റ്റിംഗ് തന്നെയാണ് ചിത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. വിനീത് ശ്രീനിവാസന്റെ ചങ്ക് ബ്രോയും മെരിലാൻഡ് പ്രൊഡക്ഷൻസിന്റെ സാരഥിയുമായ വൈശാഖ് സുബ്രഹ്മണ്യം ഹൃദയത്തിന് ശേഷം വിനീതുമായി കൈകോർക്കുന്ന ചിത്രം വേനൽ അവധിക്കാലത്ത് ഒരു വമ്പൻ ഹിറ്റ് അടിക്കാനുള്ള പുറപ്പാടിലാണെന്ന് ഉറപ്പിക്കുന്ന തരത്തിലാണ് സിനിമയുടെ ടീസർ എത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേഷൻസിനായി. ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേഷൻസിനും മറ്റ് സിനിമാ വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാസിൽസ്.